ഹലോ. അപ്പോൾ ഞാനേ പരിപ്പ് വടയുടെ റെസിപ്പി ഇടാൻ വേണ്ടിയിട്ട് കുറേ ദിവസമായില്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ലേറ്റായി ഇടാനായിട്ട്. എന്നാലും മഴ ഇനിയും വരും, അപ്പം നമുക്ക് ഉണ്ടാക്കാമല്ലോ. ഇത് കുറച്ച് സാമ്പാർ പരിപ്പാണ്. ഇതുപോലത്തെ മഞ്ഞ കളറുള്ള ഓറഞ്ച് കളറുള്ള പരിപ്പ് അത് വേണ്ട കേട്ടോ, ഇത് മതി. ഇതെടുത്തിട്ട് ഒരു കുറച്ച് നേരം 1 മണിക്കൂറൊക്കെ നമ്മൾ കുതിരാനിടാം. സമയം കൂടിയാലും പ്രശ്നമില്ല. കുറച്ച് മാറ്റി വെച്ചിട്ട് ഇതുപോലെ ബാക്കിയെല്ലാം നല്ല മഷിയായിട്ട് അരച്ചെടുക്കും. മഷിയല്ല, ഒരല്പ തരിപ്പ് ഇടന്നോട്ടെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കായപ്പൊടി, ഉപ്പ്, നമ്മുടെ കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ നമ്മൾ മറ്റേ കുറച്ച് മുഴുവനായിട്ടുള്ള പരിപ്പ് മാറ്റി വെച്ചില്ലേ അത്, കുറച്ച് വറ്റൽമുളക്, പിന്നെ എന്താണ് കുറച്ച് പെരിഞ്ജീരകം ഇടണേ, പിന്നെ കാശ്മീരി മുളക് പൊടി, പെരിഞ്ജീരകം ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ഗരം മസാല ഇടാം, വേണമെങ്കിൽ മാത്രം. എന്നിട്ട് നമ്മളിത് പിന്നെ കുറച്ച് സവാളയും കൂടി ഇടാനായിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം. ഒരു തുള്ളി പോലും വെള്ളമോ അരിപ്പൊടിയോ കോൺഫ്ലവറോ ഒന്നും ചേർക്കരുത്. ഈ ഒരു മെത്തേഡ് മാത്രം മതി. എന്നിട്ട് കറക്റ്റായിട്ട് ഷേപ്പിന് ഉരുട്ടി നല്ല തിളച്ച എണ്ണയിലിട്ടാണ് കേട്ടോ. കറക്റ്റ് ഉരുട്ടിയിട്ട് ഉള്ളം കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ മതി. കറക്റ്റ് ആ പരിപ്പ് വടയുടെ ഷേപ്പ് ഇട്ട് ഞാൻ കാണിച്ചു തരാവേ. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ ചിൽഡ്രൻസ് ടേക്ക് കെയർ ആൻഡ് ബൈ. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നിട്ടുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോസും വ്ളോഗൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഡെയിലി നമ്മൾ ലഞ്ച് ബോക്സ് വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല വെളിച്ചെണ്ണയിൽ ഇടുവാണെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ഒരിക്കൽ കൂടെ ബൈ.